നരേന്ദ്രമോദി തോൽവി ഭയന്നാണ് അയോധ്യയിൽ മത്സരിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചത് എന്ന് ആവർത്തിച്ച് രാഹുൽ ഗാന്ധി. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ആക്രമണം നേരിട്ട പാർട്ടി പ്രവർത്തകരെ കാണാനെത്തിയപ്പോഴാണ് രാഹുൽ വിമർശനം തുടർന്നത്. രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശത്തിനെതിരെ ബജ്രംഗ് ദൾ പ്രതിഷേധിച്ചു. उसी एमपी ने बताया, राहुल जी यहाँ पे 3 बार सर्वे हुआ था, नरेंद्र मोदी जी वाराणसी से नहीं लड़ना चाहते, नरेंद्र मोदी जी अयोध्या से लड़ना चाहते थे। उनके सर्वेयर आए, 3 बार आए, नरेंद्र मोदी जी आए और सर्वेयर ने उनको कह दिया, नरेंद्र मोदी जी अगर आप अयोध्या से लड़ेंगे आप अयोध्या में हारेंगे, मत लड़िए, क्योंकि अगर आप लड़ गए आपका राजनीतिक करियर अयोध्या में खत्म हो जाएगा। और वाराणसी में हमने 1-2 छोटी गलती कर दी, नहीं तो वहां उनको निपट लेते हैं। अयोध्या में उन्हीं के लोगों ने उनसे कहा कि हारोगे, और काशी में कितने से जीते? 1 लाख वोट से जीते, मतलब जान बचा के निकले हैं. ശ്രീനാഥ് ചന്ദ്രനുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, ആ വാദം ആവർത്തിക്കുകയാണല്ലോ രാഹുൽ ഗാന്ധി. ശ്രീനാഥ്, തീർച്ചയായും രാഹുൽ ഗാന്ധി ഒരു ദിവസത്തെ സന്ദർശനത്തിനായാണ് ഗുജറാത്തിലേക്ക് എത്തിയത്. അഹമ്മദാബാദിലേക്ക് രാവിലെ അദ്ദേഹം എത്തി. ഹിന്ദു പരാമർശവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ, കോൺഗ്രസിനെതിരെ ബജ്രംഗ് ദൾ പ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അഹമ്മദാബാദിൽ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. ഒരു പടി കൂടി കടന്ന് കോൺഗ്രസ് ഓഫീസിന് നേരെ, PCC ആസ്ഥാനത്തിന് നേരെ വരെ അവർ ആക്രമണം നടത്തി. ആ PCC ആസ്ഥാനത്തിലേക്കാണ് രാഹുൽ ഗാന്ധി ആദ്യം എത്തിയത്. അവിടെ നടന്ന പാർട്ടി പരിപാടിയിലാണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ നേരിട്ടുള്ള വിമർശനങ്ങൾ, വെല്ലുവിളി നടത്തുന്നത്. രാഹുൽ പറയുന്നത് ഉത്തർപ്രദേശിൽ കണ്ടതുപോലെ ഒരു തോൽവി ഗുജറാത്തിൽ വരാൻ പോവുകയാണ്. ആ തരത്തിൽ BJPക്ക് വലിയ തിരിച്ചടി ഗുജറാത്തിലെ ജനങ്ങൾ നൽകാൻ വേണ്ടി പോകുന്നു. അയോധ്യയിൽ മോദി മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് മുന്നിൽ വന്ന സർവേ ഫലങ്ങൾ മോദിക്ക് വലിയ തോൽവി ഉണ്ടാകുമെന്ന് പ്രവചിച്ചു. അങ്ങനെ ഒരു തോൽവി ഭയന്നാണ് അദ്ദേഹം അത്തരമൊരു മത്സരത്തിൽ നിന്ന് പിന്മാറിയത്. കോൺഗ്രസിന് ചെറിയൊരു പിഴവ് പറ്റിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ വാരാണസിയിലും കാശിയിലും നരേന്ദ്രമോദി തോൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനായി അവിടെ ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ ഭൂമി നഷ്ടപ്പെട്ട ആളുകളെ ഒന്നും തന്നെ ക്ഷണിച്ചില്ല. അവർ വലിയ അസന്തുഷ്ടരാണ്. അതിനു പകരം അംബാനിമാരെയും അദാനിമാരെയുമാണ് നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് വേണ്ടി ക്ഷണിച്ചത്. മാത്രമല്ല, അയോധ്യയിലേക്കുള്ള രഥയാത്ര അദ്വാനി തുടങ്ങി വെച്ചതിൻ്റെ അവസാനം ഈ വിധമായി പോയി എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ചുരുക്കത്തിൽ നരേന്ദ്രമോദിക്കെതിരെ വലിയ വിമർശനങ്ങൾ രാഹുൽ നടത്തുമ്പോൾ, മറുവശത്ത് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇന്നും ഗുജറാത്തിൽ അഹമ്മദാബാദിൽ വലിയ പ്രതിഷേധം നടത്തി. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പിന്നീട് പോലീസ് അവരെ രാവിലെ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുകയുമായിരുന്നു. രാജ്കോട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളെ കൂടി രാഹുൽ ഇന്നത്തെ സന്ദർശനത്തിൽ കാണുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.